പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ന്യൂസ് 8 ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്ത. കൊല്ലം സ്വദേശി ജിതിനെ കുടുക്കിയ സൈബർ തട്ടിപ്പ്. ആ തട്ടിപ്പിൽ തൃശൂരിലെ ട്രേഡിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയത് കോടികളാണ്. അക്കൗണ്ട് തുറന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ 3 കോടിയിലേറെ രൂപയാണ് എത്തിയത്. എന്നാൽ മുഴുവൻ തുകയും അനിൽകുമാർ എന്നയാൾ എടുത്തെന്നും ഇയാളാണ് കമ്പനിക്ക് പിന്നിലെന്നും കമ്പനി ഉടമകളായ റിസൽദാറും നീതുവും ന്യൂസ് 8 പറഞ്ഞു. ജിതിനെതിരെ തെലങ്കാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 1ഉം 2ഉം പ്രതികളാണ് ഇവർ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ 6049 7672 468 എന്ന അക്കൗണ്ടിലേക്കാണ് സൈബർ തട്ടിപ്പിലൂടെയുള്ള പണമെത്തിയത്. കഴിഞ്ഞ വർഷം ജൂലൈ 18-നാണ് 5500 രൂപ നിക്ഷേപവുമായി ലാറ്റ് ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിൽ കറണ്ട് അക്കൗണ്ട് തുറന്നത്. ഓഗസ്റ്റ് മാസമായതോടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ എത്താൻ തുടങ്ങി. ആഴ്ചകൾ കൊണ്ട് ലക്ഷങ്ങൾ കോടികളായി. സെപ്റ്റംബർ തുടക്കത്തിൽ അക്കൗണ്ടിലുണ്ടായിരുന്നത് 3.79 കോടി രൂപ. പിന്നാലെ 1.29 ലക്ഷം രൂപ നിലനിർത്തി ബാക്കി പിൻവലിച്ചു. ഇരിങ്ങാലക്കുടയിലെ ജിം ട്രെയിനറായ അനിൽകുമാർ എന്നയാളാണ് ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് തങ്ങളെ കൊണ്ടുവന്നതെന്നും ഇയാൾ തന്നെ പണം പിൻവലിക്കുകയായിരുന്നുവെന്നുമാണ് റിസൽദാർ അബ്ദുൾ റസാഖ് പറയുന്നത്. നമ്മൾ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ ജിമ്മിലത്തെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു. ആൾ ത്രൂ ആണ് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ഒക്കെ എടുക്കുക. അതിനെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ലൈസൻസ് ഒക്കെ എടുപ്പിച്ചു. അതിനുശേഷം അക്കൗണ്ടൊക്കെ എടുത്ത് തന്നിട്ട് അവർക്ക് കൊടുത്താൽ മതി, എല്ലാവരും ചെയ്യാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ തുടങ്ങി, അക്കൗണ്ടൊക്കെ തുടങ്ങി അവർക്ക് കൊടുത്തു. അതിനുശേഷം ഓഗസ്റ്റിൽ നമുക്ക് ബാങ്കിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത്ര എമൗണ്ട് അക്കൗണ്ടിൽ കൂടെ പോയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വൻതുക അക്കൗണ്ടിലേക്ക് ഒഴുകിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് പിൻവാങ്ങിയതെന്ന് നീതുവും പറയുന്നു. ആ ടൈം ആയപ്പോഴേക്കും ഫണ്ട് വന്നത് ശരിയല്ലാന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ ലൈസൻസും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. 13 ലക്ഷത്തിന്റെ തട്ടിപ്പ് കേസിൽ ബംഗളൂരു പോലീസ് നേരത്തെ ഇവരുടെ മൊഴിയെടുത്തിരുന്നു. അന്നും അനിൽകുമാറിന്റെ പേര് പറഞ്ഞെങ്കിലും അന്വേഷണമുണ്ടായില്ല. മംഗളൂരു പോലീസിലും കേസുണ്ട്. തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നുമാണ് റിസൽദാറും നീതുവും പറയുന്നത്. എന്നാൽ അനിൽകുമാറിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്ന ഇവരുടെ നിലപാട് സംശയാസ്പദമാണ്. അനിൽകുമാറിലേക്ക് അന്വേഷണം എത്താത്തതും ദുരൂഹം. തൃശൂരിൽ നിന്ന് KP ധനേഷിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ജിതിന്റെ ദുരിതം നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. ഉപയോഗശൂന്യമായ സിം അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത പഴയ സിം ഒന്ന് ഉപേക്ഷിച്ചപ്പോൾ ജിതിനുണ്ടായ പ്രശ്നങ്ങൾ, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് വളരെ വലുതാണ്. ആ തുക എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ളത് നമുക്ക് ഇന്നലെയും വ്യക്തമായിരുന്നില്ല. അതിന്റെ വിശദാംശങ്ങളാണ് അരുണിൽ നിന്ന് കിട്ടേണ്ടത്. തീർച്ചയായും വലിയൊരു സൈബർ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ട്രേഡിംഗ്, ഓഹരി വ്യാപാരം ഇപ്പോൾ വലിയൊരു പാഷനായി മാറുന്ന സമയമാണ്. യുവാക്കൾ പോലും, വിദ്യാർത്ഥികൾ പോലും പലപ്പോഴും ഈ ഓഹരി നിക്ഷേപം നടത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഓഹരി നിക്ഷേപത്തിന്റെ മറ പിടിച്ചുകൊണ്ടാണ്, അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ തട്ടിപ്പാണ് നടന്നത്. അതിനാണ് ജിതിന്റെ പഴയ മൊബൈൽ നമ്പർ ഉപയോഗിച്ചത്. അതാണ് ജിതിന് കുരുക്കായത്. തൃശ്ശൂരിലെ മുകുന്ദപുരത്തുള്ള ലാഫെ കോഫി ലൈറ്റ് എന്നൊരു കോഫി എസ്റ്റേറ്റ് എന്നൊരു സ്ഥാപനത്തിലൂടെയാണ് ഈ തട്ടിപ്പ് നടന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കുകയായിരുന്നു. ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി പുതിയ 2 സിം കാർഡുകൾ എടുത്തു. അതിലൊരു സിം കാർഡാണ് ജിതിൻ നേരത്തെ ഉപയോഗിച്ച സിം കാർഡ്. അവിടെയാണ് ജിതിനെ ഈ രീതിയിൽ ഈ ജയിൽ ശിക്ഷ അടക്കം അനുഭവിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറിയത്. ആ അക്കൗണ്ട് തുടങ്ങിയത് ഈ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ്. പക്ഷേ സെപ്റ്റംബർ ആകുമ്പോഴേക്കും വലിയ രീതിയിൽ ആ അക്കൗണ്ടിലേക്ക് പണം വന്നു. അത് ആദ്യമൊക്കെ ചെറിയ തുകയാണെങ്കിൽ പിന്നീട് ലക്ഷങ്ങളായി മാറി. ഏതാണ്ട് 1 മാസം കൊണ്ട് സെപ്റ്റംബർ 2-ാം തീയതിയൊക്കെ ആകുമ്പോൾ 3,79 ലക്ഷത്തിലധികം രൂപ അക്കൗണ്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. തൃശൂർ മുകുന്ദപുരത്തിലുള്ള യുവാക്കളുടെ പേരിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അവർ റാസിദ്ദാറും അതുപോലെ നീതുവും, ഇവർ രണ്ടുപേരുമായി നമ്മൾ ബന്ധപ്പെട്ടു. രണ്ടുപേരും പറയുന്നത് തങ്ങൾക്ക് ഇതേപ്പറ്റി തട്ടിപ്പിനെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല.
ഇവരുടെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങിയത്, ഇവരുടെ പേരിലാണ് സിം എടുത്തത്, ഈ കമ്പനിയും ഇവരുടെ പേരിൽ തന്നെയാണ്. ആ കമ്പനി തുടങ്ങിയത് ഓൺലൈൻ ട്രേഡിങ്ങിന്റെ പേരിലാണ്. പക്ഷേ അനിൽകുമാർ എന്നയാൾ അയാൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അയാൾ ഇപ്പോഴും മറയത്താണ്. അയാൾ ആരെന്ന് ഇവർക്കറിയാം. അവിടെ ഇരിങ്ങാലക്കുടൊരു ജിം ട്രെയിനറാണെന്ന് പറയുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് അയാളുടെ ഒരു ഫോട്ടോയോ മറ്റു വിശദാംശങ്ങളോ തങ്ങളുടെ കൈവശമില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഏതായാലും തങ്ങൾക്ക് തട്ടിപ്പ് യാതൊരു പങ്കുമില്ല എന്ന് റസിൽദാറും നീതുവും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ അക്കൗണ്ട് തുടങ്ങുമ്പോൾ, ഈ കമ്പനി തുടങ്ങുമ്പോഴും അക്കൗണ്ട് തുടങ്ങുമ്പോഴും നിങ്ങൾ തുടങ്ങിയാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊരു വാക്കാണ് ഈ അനിൽകുമാർ എന്നയാൾ നൽകിയത്. പക്ഷേ അതിനുശേഷം ഈ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിൽ പണം അക്കൗണ്ടിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ തങ്ങൾക്ക് സംശയം തോന്നുകയും ഇത് പിന്മാറാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ ബംഗളൂരു പോലീസ് സ്റ്റേഷൻ കേസിൽ ഇവരെ ചോദ്യം ചെയ്യാനായി ബംഗളൂരിലേക്ക് വിളിച്ചിരുന്നു. അന്നവർ ഈ ബംഗളൂരു പോലീസിന് പോയി ഹാജരായി മുൻകൂർ ജാമ്യം എടുത്ത ശേഷമാണ് അവിടേക്ക് പോയത്. അവിടെ പോയി കാര്യങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. തങ്ങൾക്ക് ഈ തട്ടിപ്പിൽ പങ്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം തങ്ങളെ പോലീസ് വിളിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല മംഗളൂരുവിലും സമാനമായി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവർക്കെതിരെ ഇവരുടെ പോലീസ് തന്നെ വിവരങ്ങൾ തേടിയിരുന്നു. അവിടെ പോയി ഹാജരാകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് ഈ ജിതിന്റെ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവങ്ങളെക്കുറിച്ച് അറിയാം. ഈ കമ്പനി തട്ടിപ്പ് നടത്തിയെന്ന് അവർക്കറിയാം. പക്ഷേ ആ തട്ടിപ്പിൽ തങ്ങൾക്കൊരു പങ്കുമില്ല. തങ്ങളുടെ പേരിൽ അനിൽകുമാർ എന്നയാൾ തുടങ്ങിയ കമ്പനി ഇത്രയധികം പണം തട്ടിച്ചു. ആ പണം മുഴുവൻ അനിൽകുമാർ കൊണ്ടുപോയി. ആ പണം വിഡ്രോ ചെയ്തത് ബാങ്കിൽ നിന്ന് ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെ വിഡ്രോ ചെയ്യുകയെന്നാണ് പറയുന്നത്. കറണ്ട് അക്കൗണ്ട് ആയതുകൊണ്ട് ATM കാർഡ് ഇല്ലായിരുന്നു. തങ്ങൾ ഇതിൽ നിന്ന് പണം ലഭിച്ചിട്ടില്ല. 2 ലക്ഷം രൂപ സ്വർണം പണയം വെച്ചും മറ്റും അതിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയധികം തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് ഒരു തുകയും ഒന്നും ഇവർ കിട്ടാതെ പോയി എന്ന് പറയുന്നത് അത്രയധികം വിശ്വാസയോഗ്യമല്ല. പക്ഷേ ഇവർ നമ്മോട് സംസാരിക്കുന്ന മനസ്സിലാകുമ്പോൾ ഇവരും തട്ടിപ്പിനിരയായി എന്നുള്ളതാണ്. പോലീസാണ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. ഈ സെക്കന്ദരാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവരിലേക്ക് അന്വേഷണം വന്നിട്ടില്ല. അത് ഇപ്പോഴും ജിതിൽ മാത്രം ചുറ്റിക്കറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ട് തുടങ്ങിയവരിലേക്ക് അന്വേഷണം പോകാത്ത, അല്ലെങ്കിൽ ഇവരെ അതിനെ പ്രേരിപ്പിച്ച് ഇവർ തന്നെ നേരത്തെ ബംഗളൂരു പോലീസിലുമൊക്കെ മൊഴി കൊടുത്തതുപോലെ അനിൽകുമാർ എന്നയാളുടെ പങ്ക്, ആരാണ് അനിൽകുമാർ, എന്താണ് അയാളുടെ പങ്ക് എന്ന കാര്യത്തിൽ അന്വേഷണം പോകുന്നില്ല. വലിയ ദുരൂഹത ഇപ്പോഴും ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഏതായാലും തൃശ്ശൂർ മുകുന്ദപുരത്തുള്ള 2 യുവാക്കളുടെ പേരിലാണ് ഈ ബാങ്ക് അക്കൗണ്ട്, അവർ തുടങ്ങിയ കമ്പനിയുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട്. അവർ തട്ടിപ്പിനെന്ന് അവർ പറയുമ്പോൾ അനിൽകുമാർ ആര്, അനിൽകുമാറിന് പിന്നിലാര്? ഇവർ പറയുന്നത് ദുബായ് കേന്ദ്രീകരിച്ച ചിലരാണ് അനിൽകുമാർ പിന്നിലെന്നൊക്കെ ഇവർ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ വലിയൊരു സംഘമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പല തുക, ചെറുതും വലുതുമായ തുക വലിയ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. മംഗളൂരിന്റെ കേസ് 40,000 രൂപയോളം മാത്രമുള്ള തട്ടിപ്പെന്നാണ് പറയുന്നത്. ബാംഗ്ലൂരിൽ ലക്ഷങ്ങളായിരുന്നു, കോടിക്കണക്കിന് രൂപയുടെ അക്കൗണ്ടിലേക്ക് ഒരു മാസം കൊണ്ട് നമുക്ക് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ അറിയാം വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പൈസ അതിലേക്ക് വരുന്നുണ്ട്. വളരെ വേഗം അത് പിൻവലിച്ചു പോകുന്നുമുണ്ട്. ഏതായാലും വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തും ചില ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ദിവസങ്ങൾ നമുക്ക് നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു തട്ടിപ്പിനാണ് ജിതിൻ എന്ന സഹകരണ ബാങ്ക് ജീവനക്കാരനായ കൊല്ലം സ്വദേശിയുടെ പഴയ ഫോൺ നമ്പർ ഉപയോഗിച്ചത്. അതാണ് ജിതിനെ കുടുക്കിയത്, ജിതിനെ ജയിലിലാക്കിയത്. ഇനിയും കേസുകൾ പ്രതിയാകുമോ എന്ന ആശങ്കയിൽ ജിതിനുള്ളത്. ഏതായാലും വലിയൊരു തട്ടിപ്പ്. അതിൽ ഈ യുവാക്കളുടെ പങ്ക് എന്താണെന്ന് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. പൂർണ്ണമായും നിരപരാധികളെന്ന് അവർ പറയുന്നു. അവർക്ക് പിന്നിലെ അവരെ കൊണ്ട് ഇത്തരത്തിൽ അക്കൗണ്ട് തുടങ്ങി, ഈ സ്ഥാപനം തുടങ്ങി പണവുമായി കടന്ന അനിൽകുമാർ എന്നൊരാളുണ്ട്. അയാൾ ആരെന്ന കാര്യമാണ് ഇനി വ്യക്തമാക്കേണ്ടത്. അയാളുടെ പിന്നിലാരെന്ന കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ശരി, അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ് ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന്റെ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു, അതിന്റെ തുടർ ചലനങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറുകളിൽ ഞങ്ങൾ എത്തിക്കും. ഞങ്ങൾ എന്തായാലും ഈ വാർത്ത തുടരുകയാണ്, വാർത്താ പരമ്പര തുടരുകയാണ്. മറ്റൊരു